Good morning, teachers. നമ്മൾ ഇപ്പോൾ 4-year പ്രോഗ്രാമിലേക്കായി. അപ്പം നമുക്ക് വരുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനുള്ള മൈനേഴ്സ് ആൻഡ് MDC കോഴ്സസിൻ്റെ അകത്ത് നമുക്കൊരു മിക്സഡ് ബാച്ചാണ് വരുന്നത്. സോ അങ്ങനത്തെ ബാച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പുതിയ മെത്തേഡാണ് മൂഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഏത് കോഴ്സിലേക്കാണോ നമ്മൾ കുട്ടികളെ എൻറോൾ ചെയ്യേണ്ടത്, സോ നമ്മൾ ആദ്യം കോഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ എൻ്റെ കയ്യിൽ MSCയുടെ ഒരു കോഴ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. സോ ഈ കോഴ്സിൻ്റെ അകത്തേക്ക് ഞാൻ എൻറോൾമെൻറ്റ് പുതിയൊരു മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് കുട്ടികളെ എൻറോൾ ചെയ്യിക്കുന്നതെന്ന് നോക്കാം. സോ കോഴ്സിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ നോർമലി പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യുന്ന മാതിരി തന്നെ പാർട്ടിസിപ്പൻസ് ടാബ് എടുത്തു. ഇവിടെ നമുക്കൊരു സെറ്റിംഗ്സ് ബട്ടൺ ഉണ്ട്. എൻറോൾ യൂസേഴ്സ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഇത്രയും കാലം കുട്ടികളെ എൻറോൾ ചെയ്തിരുന്നത്. പകരം നമ്മളിവിടെ എൻറോൾ ആക്ഷൻ മെനു ഉണ്ട് നമ്മുടെ സെറ്റിംഗ്സിൻ്റെ അകത്ത്. സോ അത് ക്ലിക്ക് ചെയ്തിട്ട് എൻറോൾമെന്റ് മെത്തേഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ഒരു സെൽഫ് എൻറോൾമെന്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഹിഡൻ ആയിരിക്കും. അതൊന്ന് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്തതിന് ശേഷം ഇതിന്റെ സെറ്റിംഗ്സ് എടുക്കാം. അപ്പൊ നമുക്കൊരു പുതിയ എൻറോൾമെന്റ് ഇൻസ്റ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ MDC കോഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഞാൻ അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് നെയിം കൊടുത്തു. നമുക്ക് എന്ത് പേര് വേണമെങ്കിലും അവിടെ കൊടുക്കാം. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ ആസ് ഇറ്റ് ഈസ് റിമെയിൻ ചെയ്യുന്നു. ഇവിടെ എനിക്കൊരു പുതിയ എൻറോൾമെന്റ് കീ കൊടുക്കണം. സോ ഇതായിരിക്കും ഇവിടെ എനിക്ക് എന്താണോ എൻ്റെ കീ കൊടുക്കേണ്ടത് ആ കീ ഞാനിവിടെ എൻറ്റർ ചെയ്യാൻ പോകണം. ഈ കീ ആയിരിക്കും നമ്മൾ കുട്ടികളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്, അവർക്ക് നമ്മുടെ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആകെ കൂടി നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻസിന്റെ ഒരു പുതിയ നെയിം കൊടുത്തിട്ടുണ്ട്, പ്ലസ് നമ്മളൊരു എൻറോൾമെന്റ് കീയും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സേവ് ചേഞ്ചസ് കൊടുക്കാം. ഇത്രയും നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ളൂ. രണ്ടാമത് നമുക്ക് ഇനി കൊടുക്കാൻ കുട്ടികളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യണം. ഒന്ന്, നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മളൊന്ന് ഷെയർ ചെയ്യണം. അപ്പം അതിന്റെ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹോം പേജ് കയറിയിട്ട് നമ്മുടെ കോഴ്സിന്റെ ഹോം പേജ് കയറിയിട്ട് കുട്ടികൾക്ക് ഈ ഒരു ലിങ്ക് കുട്ടികളുടെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതും ഷെയർ ചെയ്യണം. പ്ലസ് നമ്മുടെ എൻറോൾമെന്റ് കീയും കൂടി നമുക്ക് ഷെയർ ചെയ്യണം. സോ ഞാനൊരു സ്റ്റുഡൻറ് ലോഗിൻ കുട്ടികൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി കാണിക്കാം. ഇവിടെ ഒരു സ്റ്റുഡൻറ് ലോഗിനിൽ കയറുവാണ്. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് എനിക്ക് എൻറോൾ ചെയ്യേണ്ട കോഴ്സിലേക്ക് എൻട്രി ചെയ്യാണ്. അപ്പം ഇതാണ് എൻ്റെ കോഴ്സ്. ഇവിടെ കോഴ്സ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കോഴ്സിന്റെ പേരുണ്ട്, ടീച്ചറിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി എൻറോൾമെന്റ് കീ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് നമ്മൾ പറഞ്ഞിരുന്ന കീ, നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തിരുന്ന കീ MDC 2024_123 എന്ന് പറയുന്ന കീ ആയിരുന്നു ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഈ കീ ഞാനിവിടെ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടീക്ക് ഈ നമ്മുടെ ഒരു കോഴ്സിലേക്ക് എൻറോൾ ആവാൻ പറ്റും. ഓക്കെ, അപ്പം ഈ രീതിയിലായിരിക്കും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് മൈനേഴ്സും MDC സ്റ്റുഡൻസിനെയും നമ്മുടെ കോഴ്സിലേക്ക് നമ്മൾ എൻറോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഷെയർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ, കുട്ടികളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് കോഴ്സിന്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാം, പ്ലസ് നമ്മുടെ എൻറോൾമെന്റ് കീ കൂടി നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ആസ് ഇറ്റ് ഇസ് തന്നെയാണ്. കുട്ടികളെ നമ്മൾ പാർട്ടിസിപ്പൻസിനെ നമ്മൾ എൻറോൾ ചെയ്യേണ്ട എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. Okay, so happy teaching. Thank you.